നമസ്കാരം. ലോകകപ്പ് ഫൈനലോ? എന്ത് ലോകകപ്പ്? ഏത് ലോകകപ്പ്? എത്ര വലിയ ബോളർ തീ തുപ്പുന്ന പന്തുമായി വന്നാലും അടിച്ചു പറപ്പിക്കും. ആ ലൈനിലാണ് ഇംഗ്ലണ്ടിനെതിരെ ബാറ്റുമേന്തി ആ 14-കാരൻ നിന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ലോകകപ്പ് ഫൈനലിന്റെ സമ്മർദ്ദം ഏതും ഈ പയ്യനിൽ കണ്ടില്ല. ഒരു സിനിമയിൽ സുരാജ് വെഞ്ഞാറമ്മൂട് പറയുന്ന ഡയലോഗ് പോലെ ഇവന് പ്രാന്താട എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ചെക്കന്റെ പ്രകടനം. അണ്ടർ 19 ലോകകപ്പിലെന്നല്ല, ഇതുവരെ കണ്ട ക്രിക്കറ്റ് ഫോർമാറ്റുകളിലെ ഏറ്റവും ഗംഭീര പ്രകടനങ്ങളിൽ ഒന്ന് തന്നെയാണ് ബാറ്റിംഗ് സെൻസേഷനായ വൈഭവ് സൂര്യവംശിയിൽ നിന്ന് ഉണ്ടായതെന്ന് പറയാതെ വയ്യ. സെഞ്ചുറി കുറിച്ച താരം 100-ലേക്ക് എത്തപ്പെട്ടതും ശ്രദ്ധേയമാണ്. ഓപ്പണറായി ഇറങ്ങിയ താരം 55 പന്തിലാണ് 100 റൺസ് നേടിയത്. പതിയെ തുടങ്ങി പിന്നീട് കത്തിക്കയറിയ താരം ഇംഗ്ലണ്ട് ബോളർമാരെ തലങ്ങും വിലങ്ങും അടിച്ച് ചതയ്ക്കുകയായിരുന്നു. തുടക്കത്തിൽ ഓരോ പന്തിനെയും മാന്യമായി സ്വീകരിച്ചിരുന്ന താരത്തിൽ നിന്ന് പിന്നീട് ആ മാന്യതയൊന്നും കണ്ടില്ല. വിക്കറ്റ് കിട്ടിയില്ലെങ്കിലും സാരമില്ല, ഇവൻ എങ്ങനെയും ബോൾ തുടരാതിരുന്നാൽ മതി എന്ന മനോഭാവത്തിലായിരുന്നു ഇംഗ്ലണ്ട് ബോളർമാർ പിന്നീട് പന്തെറിഞ്ഞത്. വൈഭവ സെഞ്ചുറി പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ 8 4-ഉം 8 6-ഉമായിരുന്നു നേടിയിരുന്നത്. സെഞ്ചുറിക്ക് പിന്നാലെ വീണ്ടും ഗിയർ മാറ്റി റൺവേഗം കൂട്ടിയ വൈഭവിന്റെ ഇന്നിങ്സ് അവസാനിച്ചത് 80 പന്തിൽ 175 റൺസ് നേടിയാണ്. 15 വീതം 6-ഉം 4-ഉമാണ് മൊത്തം നേടിയത്. അതും 218.75 എന്ന അതിഗംഭീര സ്ട്രൈക്ക് റേറ്റിൽ. വൈഭവ് മടങ്ങുമ്പോൾ 25.3 ഓവറിൽ 253 എന്ന ശക്തമായ നിലയിലായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത്. അധികം മാർക്കും നേടാനാകാത്ത അപൂർവ നേട്ടം സ്വന്തമാക്കിയ വൈഭവ ഇന്ത്യയെ ലോക കിരീടത്തിലേക്ക് കൈപിടിച്ച് കയറ്റുകയായിരുന്നു. T20 ലോകകപ്പിൽ അർദ്ധ സെഞ്ചുറികൾ നേടിയെങ്കിലും സെഞ്ചുറിയിലേക്ക് എത്താൻ വൈഭവിന് സാധിച്ചിരുന്നില്ല. എന്നാൽ ഏറ്റവും നിർണായകമായ ഫൈനലിൽ ഏറ്റവും മികച്ച സെഞ്ചുറിയോടെ വൈഭവ് തിരിച്ചുവരവ് അറിയിക്കുകയായിരുന്നു. സെഞ്ചുറിക്ക് ശേഷവും വെടിക്കെട്ട് തുടർന്ന വൈഭവ 71-ാം പന്തിൽ 150 റൺസും പിന്നിട്ടു. അണ്ടർ 19 ക്രിക്കറ്റിന്റെ ഫൈനലിലെ വേഗ സെഞ്ചുറിക്കാരൻ എന്ന റെക്കോർഡ് ഇനി വൈഭവിന്റെ പേരിലാണ്. ICCയുടെ 50 ഓവർ ഫൈനലുകളിൽ ഒരു താരം നേടുന്ന അതിവേഗ സെഞ്ചുറി, അണ്ടർ 19 ലോകകപ്പിലെ വേഗമേറിയ 2ാം സെഞ്ചുറി, അണ്ടർ 19 ലോകകപ്പ് ഫൈനലിലെ ഉയർന്ന വ്യക്തിഗത സ്കോർ എന്നിവയെല്ലാം ഈ 14-കാരൻ ഇതിനോടകം സ്വന്തം പേരിലാക്കി കഴിഞ്ഞു. താൻ കളിച്ച ടൂർണമെന്റുകളിലെല്ലാം ഇതിനോടകം തന്നെ തന്റെ സിഗ്നേച്ചർ ഇട്ട് കഴിഞ്ഞു വൈഭവ. IPL-ൽ സെഞ്ചുറി, ഓസ്ട്രേലിയക്കെതിരെ യൂത്ത് ഏകദിനത്തിൽ സെഞ്ചുറി, ഇംഗ്ലണ്ടിനെതിരായ യൂത്ത് ടെസ്റ്റിൽ സെഞ്ചുറി, ഇന്ത്യ A ടീമിനൊപ്പം സെഞ്ചുറി, സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സെഞ്ചുറി, അണ്ടർ 19 ഏഷ്യ കപ്പിൽ സെഞ്ചുറി, വിജയ് ഹസാരെ ട്രോഫിയിൽ സെഞ്ചുറി, ഇപ്പോഴിതാ അണ്ടർ 19 ലോകകപ്പിലും സ്വപ്നതുല്യമായ സെഞ്ചുറി. സീനിയർ ക്രിക്കറ്റ് ടീമിലേക്കുള്ള വാതിലുകളും ഇതിനോടകം തന്നെ വൈഭവിന് മുന്നിൽ തുറന്നു കഴിഞ്ഞു. 15 വയസ്സ് പൂർത്തിയാകണം എന്ന മാനദണ്ഡമാണ് വൻ തിമിംഗലങ്ങൾ ഉൾപ്പെടുന്ന യഥാർത്ഥ ക്രിക്കറ്റ് ഫോർമാറ്റിൽ എത്താൻ വൈഭവിനെ വൈകിപ്പിക്കുന്നത്. മാർച്ചിൽ വൈഭവിന് 15 വയസ്സ് പൂർത്തിയാവുകയാണ്. ഇതോടെ ഇന്ത്യൻ സീനിയർ ടീമിൽ നിന്നും താരത്തിന് വിളിയും വരും. അധികം ആർക്കും കൈവരിക്കാനാകാത്ത നേട്ടങ്ങൾ ഓരോന്നായി നേടിക്കൊണ്ടിരിക്കുന്ന വൈഭവിന്റെ പേര് അതിർത്തികളും കടന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെടിക്കെട്ട് പ്രകടനം നടത്തുന്ന പല സൂപ്പർ താരങ്ങളും അണ്ടർ 19 ലോകകപ്പ് കളിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു പ്രകടനം നടത്താൻ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല. T20 ലോകകപ്പ് തുടങ്ങാനിരിക്കെ ടീം ഇന്ത്യക്കുള്ള ഏറ്റവും മികച്ച സമ്മാനമാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ അനുജന്മാർ നൽകിയിരിക്കുന്നത്.